ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഭിരാമി വക്കീലിന് ഇപ്പോഴും ആ സംശയം അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. ഈ ഫുഡ് ഉണ്ടാക്കിയ ആൾ ആരാണെന്ന് ഞാൻ അധികം താമസിക്കാതെ കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ വർഷയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിരിക്കുന്നു. കാരണം വർഷ ഇന്നും ഇന്നലെയല്ല അഭിരാമിക്കും ശിവനന്ദയ്ക്കും അഞ്ജുവിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവളുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും അവർക്കറിയാം. അതുകൊണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വർഷയുണ്ടാക്കിയതല്ലെന്ന് നമ്മുടെ അഞ്ജുവിനും അഭിക്കും മനസ്സിലായി. എന്നാൽ വർഷയിട്ട് തുറന്ന് പറയുന്നുമില്ല. അപ്പോൾ അഞ്ജു ആണെങ്കിൽ അഞ്ജുവിൻ്റെ ഡൗട്ട് പറയുന്നുണ്ട്. ഇനി മിക്കവാറും വിവേക് കാണും വർഷ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതായിരിക്കുമോ എന്ന് രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുലും അത് സംശയത്തോടെ അഞ്ജുവിനെ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, വർഷയെ നോക്കി. അപ്പോഴത്തേക്കും വർഷ തൊഴുതുകൊണ്ട് അഞ്ജുവിനെ നോക്കുന്നു, പറയല്ലേ ഇനി അത് പറയല്ലേ എന്ന്. അപ്പോഴത്തേക്കും അഞ്ജുവിന് ഉറപ്പാകുന്നുണ്ട് വിവേകാണ് ആരുമില്ലാത്ത സമയത്ത് വർഷയെ വന്ന് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം വിവേകും വർഷയും ഒറ്റയ്ക്കാണ് ഈ വീട്ടിലിരുന്നതെന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അഞ്ജു ആണെങ്കിൽ നാണത്തോടെ ചിരിക്കുന്നു. കാരണം അഞ്ജുവിനോട് എല്ലാ കാര്യങ്ങളും നമ്മുടെ വർഷ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനാട് യാത്രയ്ക്കിടെ വിവേക് പ്രപ്പോസ് ചെയ്തതും പക്ഷേ അതിന് താൻ പറഞ്ഞ മറുപടി എന്താണെന്നും ശിവനന്ദയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ് വിവേക്. വസുന്ധര ആൻറ്റിക്കും മറ്റുള്ളവർക്കെല്ലാം ആ വിവാഹ ബന്ധത്തിനോടാണ് താല്പര്യം. മാത്രമല്ല ശ്രീയേട്ടനെ മറക്കാൻ തനിക്ക് പറ്റില്ലെന്നൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് അഞ്ജു ആണെങ്കിൽ അത് ആ ഒരു തമാശ മട്ടിന് കളയുന്നുണ്ട്. അതേസമയം ശർമ്മിള ആൻറ്റി ശിവനന്ദയുടെ റൂമൊക്കെ കയറി വന്ന് നോക്കുമ്പോൾ കൂടെ അഭിരാമിയും വർഷയും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് ശർമ്മിള ആൻറ്റി എടുത്തു നോക്കുന്ന സമയത്ത് അഭിരാമി വക്കീൽ പറയുന്നു, ശിവയ്ക്ക് ഇങ്ങനൊരു ബുക്കില്ലായിരുന്നല്ലോ, മിക്കവാറും വിവേകേട്ടൻ അവൾക്ക് വായിക്കാനും കാണാൻ കൊടുത്ത ബുക്കായിരിക്കും. ആ സമയത്ത് അതിൽ നിന്നും ഒരു ഫോട്ടോ താഴേക്ക് വീഴുന്നു. അപ്പോൾ ശർമ്മിള ആൻറ്റി ആണെങ്കിൽ അതെടുത്ത് നോക്കുമ്പോൾ വസുന്ധര ആൻറ്റിയുടെ മകൻ വിവേക്. അപ്പം വസുന്ധര ആൻറ്റിയുടെ മകൻ വിവേകുമായിട്ട് ശിവനന്ദ പ്രേമത്തിലാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശർമ്മിള ആൻറ്റിയും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും വസുന്ധര ആൻറ്റി ആണെങ്കിൽ ശർമ്മിള ആൻറ്റി കാണാൻ കാത്തിരിക്കുമായിരുന്നു. ശിവനന്ദയും വിവേകുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനും അധികം താമസിക്കുന്നതിന് മുമ്പ് അത് നടത്താനും. അപ്പം ശർമ്മിള ആൻറ്റി ഇപ്പം കരുതിയിരിക്കുന്നത് ശിവനന്ദയും വിവേകും തമ്മിൽ സ്നേഹത്തിലാണെന്ന്. അപ്പോൾ അതിൻ്റെ പേര് രണ്ടുപേരും കൂടി ഈ വിവാഹം ഉറപ്പിക്കുകയോ ഇല്ലയോ എന്തായാലും കാത്തിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ നമ്മുടെ ശിവയ്ക്ക് മിക്കവാറും അങ്കിത്തിനെ ആയിരിക്കും ഇഷ്ടം. അതുപോലെ വിവേകിന് തന്നെയല്ല മറിച്ച് വർഷയാണ് ഇഷ്ടമെന്നുള്ള കാര്യം വിവേകിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള അങ്കിത്ത് തന്നെ തുറന്നു പറഞ്ഞതിന് ശേഷം ശിവനന്ദയ്ക്ക് വിവേകിനോട് യാതൊരു സ്നേഹമോ വിവാഹം കഴിക്കണമെന്നുള്ളൊരു താല്പര്യവും ഇല്ല. ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അതൊന്നും അറിയാതെയാണ് അമ്മമാർ തങ്ങൾ ഈ വിവാഹം മിക്കവാറും ഉറപ്പിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ അഞ്ജുവിനെ രാഹുൽ സമാധാനിപ്പിക്കുന്നു. നമ്മളെ അങ്ങനെയൊന്നും പിരിക്കാൻ പറ്റില്ല, മരണത്തിലൂടെ നമ്മളെ അകറ്റാനാണ് ആ ഹരിത കരുതിയിരുന്നത്. അവൾക്കറിയില്ലല്ലോ നമ്മളെ ഒരു ശക്തിക്കും വേർപെടുത്താനാകില്ലെന്ന്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.